ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ മാർട്ടിൻ അവരോട് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ലക്ഷ്മി അമ്മയോടും കാർത്തികയോടും പറയുകയാണ് അവൻ അന്നത്തെ ദിവസം ആ ഓഡിറ്റോറിയത്തിൽ എത്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ലക്ഷ്മി അമ്മ പറയുന്നു, അറിയില്ല സാറേ, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയി? അവിടേക്ക് വന്ന അവൻ പിന്നെ എന്ത്, അവൻ ജീവനോടെ ഇല്ല, അവൻ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ ആരില്ലാതാക്കി എന്നൊക്കെ ചോദിക്കുകയാണ്. അറിയില്ല സാറേ, ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും അവൻ ഇങ്ങനെ ഒരുത്തനല്ലേ, പിന്നെ എന്തിനാ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ സാറുമാരെന്തിനാ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അവൻ മരിക്കേണ്ടവനായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഒരിക്കലും അവരാരും മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടാവും ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ വരട്ടെ എന്നും പറഞ്ഞിട്ട് CI അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ലക്ഷ്മി അമ്മ കാർത്തികയോട് പറയുന്നുണ്ട്, എന്താണ് ആള് പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ അവൻ ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, നല്ല കാര്യം, ജീവിച്ചിരിപ്പില്ല എങ്കിൽ നമുക്ക് സമാധാനത്തോട് ചെയ്താക്കാലോ. പക്ഷെ ആരായിരിക്കും അവനെ ഇല്ലാതാക്കിയത്? നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ ജയിലിൽ പോകേണ്ടി വരും, വേണ്ടപ്പെട്ടവരായിരിക്കില്ലേ അവനെ ഇല്ലാതാക്കിയത് എന്നിങ്ങനെ ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്. അതിലൊക്കെ നമ്മുടെ കിരൺ പെടില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരണെയാണ്. കിരൺ ഓഫീസിൽ ചിന്തയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, ആ CI നമ്മളെ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല, ആ കേസുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഒരു പക്ഷേ ഉടനെ തന്നെ പിടികൊടുക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അങ്ങനെയൊന്നും പറയില്ല കിരണേട്ട എന്ന് പറയുന്നുണ്ട്. അയാൾ എന്തായാലും മുന്നോട്ട് പോകട്ടെ. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സരയു വരുന്നത്. അപ്പോൾ ആ സരയു വരുമ്പോൾ ഇവർക്കിടയിലേക്ക് വരികയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, കിരണെ, കുഞ്ഞിന് ചെറിയൊരു ജലദോഷം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചുമയൊക്കെ. അപ്പോൾ അയ്യോ അങ്ങനെയാണോ, എന്നാൽ ഇപ്പോഴത്തെ തന്നെ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറത്തേക്ക് പോകാം എന്നിങ്ങനെ കിരൺ പറയുമ്പോൾ കല്യാണി പറയാണ്, ചെല്ലു കിരണേട്ട, വേഗം തന്നെ കുഞ്ഞിനെയും കൊണ്ടുപോ എന്ന് പറയുമ്പോൾ സരയു മനസ്സിൽ കരുതുന്നുണ്ട്, ഓ അവളുടെ ഒരു ഔദാര്യം, അവൾ പറഞ്ഞിട്ട് വേണം ഇപ്പോൾ എന്നിങ്ങനെ മനസ്സിൽ കരുതിയാണ്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം കല്യാണി ഇവിടെ ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ്. കിരണിട്ട് പോയിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ കിരണും സരയും കൂടി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, ഇപ്പം തന്നെയല്ലേ വന്നോളൂ സാറിത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഇവളുടെ കുഞ്ഞിന് വയ്യ, അവളെ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറയും. ശരി സാർ എന്ന് പറയാണ് ആ സെക്യൂരിറ്റി. അങ്ങനെ അവർ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ സരയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുഞ്ഞിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞ് നിന്നെയും കൊണ്ട് എനിക്ക് പുറത്ത് പോകണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാരണം പറഞ്ഞത് എന്നും പറഞ്ഞ് അവളങ്ങനെ കാറിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ആ സമയം കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട് വിളിച്ച് ചോദിച്ചായിരുന്നു. വലിയ കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അല്ല, നിനക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയുകയാണ്. അത് അവിടെ ചെന്ന് ചോദിച്ചിട്ട് വേണമെന്ന് പറയുകയാണ് സരയും. എന്തായാലും അധികമൊന്നും കാണത്തില്ല, കാരണം അച്ഛനും അമ്മയും കൺമണിമോൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മുടെ ശാരി കുഞ്ഞിനെയും എടുത്ത് മടിയിലിരുത്തിയിട്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷത്തിലാണ്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞൊരു അസുഖം ഉണ്ടെന്ന് തോന്നത്തേ ഇല്ല. അങ്ങനെ ആ സമയത്ത് കാറിൻ്റെ ഹോൺ അടിക്കുമ്പോൾ ആരോ വന്നെന്ന് തോന്നുന്നുണ്ട്, വാവേ നമുക്ക് നോക്കിയാലോ എന്നും പറഞ്ഞ് അങ്ങനെ ശാരി കുഞ്ഞിനെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് കിരണും സരയും വരുന്നത്. വന്ന പാടെ സരയെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കുഞ്ഞിനെ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാര്യമില്ല മോളെ, അത് കുഴപ്പമില്ല, ചെറിയൊരു ജലദോഷം, അത് കുഴപ്പമില്ല, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറിക്കോളും എന്ന് പറയുകയാണ്. എന്തായാലും കുഞ്ഞിൻ്റെ കാര്യമല്ലേ, വാ ഡോക്ടറത്തേക്ക് പോകാമെന്ന് കിരൺ പറയുമ്പോൾ ശാരി പറയാണ്, അതിൻ്റെ ആവശ്യമില്ല മോനെ, ഡോക്ടറത്തേക്ക് പോകേണ്ട അത്ര അസുഖമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുഞ്ഞല്ലേ ആൻറ്റി, കുഞ്ഞിന് അസുഖങ്ങൾ വെച്ച് ഇരിക്കേണ്ട, എന്തായാലും നമുക്ക് പോകാം, സരയു നീ റെഡിയാവും, ഞാൻ എന്തായാലും അമ്മയും അച്ഛയും കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ശാരി ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ്. എന്താ മോളെ നീ എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാ കിരൺ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത്? ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് അത്ര വലിയ അസുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാൽ മതി രണ്ടാമ്മമാരും എന്ന് പറയുമ്പോൾ, എന്താ മോളുടെ മനസ്സിൽ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ്. മനസ്സിൽ വേറെ ഒന്നുമല്ല, അവൻ എൻ്റെ കുഞ്ഞിനും എനിക്കും തണലായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ മുറച്ചെറുക്കനെ വേണം, അത് തന്നെ എൻ്റെ ആവശ്യം എന്ന് പറയുകയാണ്. അയ്യോ മോളെ, അപ്പോൾ എന്താ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സരി, എനിക്കും എന്ത് ബുദ്ധിമുട്ട് മോളെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ കല്യാണി ഉണ്ടല്ലോ, കല്യാണി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അവൾ അവിടെ ഉണ്ടാവട്ടെ, അവൾ എന്ത് വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുകയാണ്. എന്തായാലും അവനെ എനിക്ക് വേണം, എൻ്റെ ഒരു വാശിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്.
അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കിരണും സരയും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ജലദോഷമുണ്ട്, ഇനിയിപ്പോൾ ചുമ എങ്ങനെ വരാതിരിക്കാനുള്ള മരുന്നൊക്കെ ഞാൻ കുറിക്കുന്നുണ്ട്, അതൊക്കെ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിരണിനോട് ഡോക്ടർ കല്ലുവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. കല്ലുമോന് കുഴപ്പമില്ല ഡോക്ടറെ, അവൻ്റെ അമ്മ സീസൺ മാറുന്നതിനനുസരിച്ച് അവന് വേണ്ട ആയുർവേദ മരുന്നുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവന് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരില്ല, എന്തായാലും ഈ കുഞ്ഞിനും അങ്ങനെ തന്നെ പരിശീലിക്കണം സരയു എന്നിങ്ങനെ കിരൺ സരയുവിനോട് പറയുകയാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും മോളുടെ കുഞ്ഞ് അമ്മയുടെ അരികിലാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെ, ആൻറ്റിക്ക് അരികിലാണ്, അപ്പോൾ അവർ വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞ് അപ്പം ശരിയെന്നും പറഞ്ഞ് ഡോക്ടർ അരികിൽ നിന്നും അവിടെ നിന്നും പോരുകയാണ്. അതിനുശേഷം കല്യാണിയാണ് കാണിക്കുന്നത്. അപ്പോൾ കല്യാണി അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ് ഓഫീസിൽ. അപ്പോഴേക്കും കിരൺ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായി കിരണായിട്ട് ആ കുഞ്ഞിനെ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഒരു ലെറ്റർ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇത് നോക്കി എന്ന് പറയുന്നുണ്ട്. ഇത് ജയിലിലത്തെ കത്താണല്ലോ എന്ന് കിരൺ പറയുകയാണ് നോക്കിയിട്ട്. അതെ, ജയിലിലത്തെ കത്താണ് മനോഹറിൻ്റെ. അവൻ പിന്നെയും കത്തെഴുതി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അതെ, അവൻ പിന്നെയും കത്തെഴുതി തുടങ്ങി, അതൊന്ന് വായിച്ചു നോക്കി എന്ന് പറയുന്നുണ്ട്. അവൻ കുഞ്ഞിനെ കാണണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ടാണ് അവൻ അത് അങ്ങനെ കത്തെഴുതുന്നത്. എന്തായാലും കല്യാണി വേണ്ട, സരയുവിനെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യണ്ട, കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ ഒന്നിനും പോകണ്ട. അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ, അവൻ ചെയ്ത എന്തായാലും ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്, ഇനിയിപ്പോൾ നമുക്ക് സരയിൻ്റെ കൂടെ മാത്രം നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അവൻ്റെ ഈ കത്തെഴുതൽ നിർത്തണ്ടേ, എന്തായാലും അതിനുള്ള മറുപടി ആയിട്ട് നമുക്ക് അയക്കേണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. നമ്മളുടെ തീരുമാനം എന്താണെന്ന് അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കത്തൊന്നും എഴുതണ്ട, പിന്നെ അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ജയിൽ സൂപ്രണ്ടിനോട് ഇനിയിപ്പോൾ അവൻ്റെ കത്തൊന്നും ഇങ്ങോട്ട് അയക്കണ്ട എന്ന് പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ കത്തിൻ്റെ അവസാനം അവൻ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കിയോ എന്ന് ചോദിക്കുകയാണ് കല്യാണി കിരണിനോട്. അവൻ ആ സരയുടെ അച്ഛൻ പുറത്തിറങ്ങുന്ന കാര്യമാണ്, അയാൾ പരോളിൽ ഇറങ്ങുന്നുണ്ട്, അതിനെക്കുറിച്ചും അവൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിക്കണം കല്യാണി, അയാളെ അവൻ മനോഹർ പറഞ്ഞ കേട്ടില്ല, നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ട് നടക്കുകയാണ് അവനും വിക്രമൊക്കെ, അതുകൊണ്ട് അവർ പുറത്തിറങ്ങിയാൽ നമ്മൾ സൂക്ഷിക്കണം, അയാൾക്ക് ജീവിതം നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വൈരാഗ്യം നമ്മളോടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കിരൺ കല്യാണിയോട്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന രാഹുലിനെയും ഈ വിക്രത്തിനെയും തന്നെയാണ് കാണിക്കുന്നത്. നാളെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും, അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും കൂടി നല്ലതാണ്, ആ കല്യാണി എൻ്റെ ശത്രുവാണ് എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. അല്ല, ന്യൂസിലൊക്കെ വന്ന കാര്യങ്ങൾ കേട്ടില്ലേ, ഗംഗേട്ടൻ മരിച്ചു എന്നാണ് അതിലൊക്കെ പറയുന്നത്, മരിച്ചു കാണുമോ എന്ന് ചോദിക്കുകയാണ്. മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കാർത്തികയുടെ വിവാഹം നടക്കില്ലായിരുന്നു, അപ്പോൾ പിന്നെ മരിച്ചു കാണുമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാനും കൂടി പുറത്തിറങ്ങേണ്ടതായിരുന്നു, അങ്ങനെയാണെങ്കിൽ കല്യാണിയെ ഏട്ടൻ തീർക്കുമ്പോൾ ഞാൻ കാർത്തികയുടെ ജീവൻ എടുത്തേനെ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ജീവനോടെ ഇല്ലെന്ന് നീ കരുതിക്കൊള്ളണം എന്നിങ്ങനെ രാഹുൽ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗത്തോടെ കൂടിയൊക്കെയാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.